ഇതിൽ ഒരു കാര്യമുള്ളത് അജിംസിനത് അറിയാമെന്ന് തോന്നുന്നു. ഈ റിലയൻസ് അമേരിക്കയുമായി ചേർന്ന് അവിടെ ഒരു വലിയ റിഫൈനറി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. അതെ. അപ്പൊ അത് സത്യത്തിൽ ഇന്ത്യ ഈ നിലയിൽ അങ്ങേയറ്റത്തെ ക്രൈസിസിലേക്ക് പോകുന്ന സമയത്ത് ട്രംപ് ഇന്നലെ റിലയൻസിന് നന്ദി പറയാണ്. ഞങ്ങൾക്ക് വേണ്ടി എത്ര $300 ബില്യൺ അമേരിക്കയിൽ നിക്ഷേപിക്കുന്നു. അവിടെ വലിയൊരു പുതിയ എത്രയോ കാലത്തിന് ശേഷം അവിടെ ഒരു അതിന്റെ കാരണം എന്താണെന്നറിയോ? ഒന്ന്, അമേരിക്കയിൽ കുഴിച്ചെടുക്കുന്ന എണ്ണ സ്വീറ്റ് ക്രൂഡാണ്. അത് കട്ടി കുറഞ്ഞ എണ്ണയാണ്. അത് അത് റിഫൈൻ ചെയ്യുന്നത് അമേരിക്കയിൽ അത് റിഫൈൻ ചെയ്യാനുള്ള സൗകര്യങ്ങളേ ഉള്ളൂ. ഇന്ത്യ റിഫൈൻ ചെയ്യുന്നത് ഹാർഡ് ക്രൂഡാണ്. ഈ ഹാർഡ് ക്രൂഡ് എവിടെയുണ്ട്? വെനിസ്വേലയിലുണ്ട്. അപ്പോൾ വെനിസ്വേലയിലെ എണ്ണ അമേരിക്കയിലേക്ക് വരും. അപ്പോൾ അമേരിക്കയിൽ ഈ ഹാർഡ് ക്രൂഡ് റിഫൈൻ ചെയ്യാൻ പറ്റിയ സാങ്കേതികവിദ്യ റിലയൻസിനാണുള്ളത്. റിലയൻസ് അവിടെ പോയി റിഫൈനറി സ്ഥാപിക്കുന്നു. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് പകരം എന്ത് എന്നുള്ളതാണ്. പകരം വെനിസ്വേലയിലെ എണ്ണ ഇന്ത്യ വാങ്ങുന്നു. അപ്പോൾ $500 ബില്യൺ ഇറക്കുമതി ഡീലിൽ ഇന്ത്യയും അമേരിക്കയും ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ $500 ബില്യൺ എണ്ണ ഇന്ത്യയിലേക്ക് വരുന്നതാണ് അർത്ഥം. അപ്പോൾ ഇനി മുതൽ റഷ്യയിൽ നിന്നും ഉള്ള എണ്ണയൊക്കെ വെട്ടിക്കുറച്ചിട്ട് നമ്മൾ വെനസ്വേലൻ എണ്ണ ഉപയോഗിക്കാൻ തുടങ്ങുന്നതാണ്. എന്തായാലും സർക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കാനില്ല, ഇവിടെ എല്ലാം സേഫാണ് എന്നാണ്. അങ്ങനെ എല്ലാം സേഫ് ആണെങ്കിൽ എന്തിനാണ് പാചകവാതക സിലിണ്ടറിന്റെ ബുക്കിംഗ് കാലാവധി 45 ദിവസത്തേക്ക് നീട്ടിയത്? എന്തിനാണ്? 60 രൂപ ഒറ്റയടിക്ക് കൂട്ടാനുണ്ടായ സാഹചര്യം എന്താണ്? നോട്ട് നിരോധനം നടത്തിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യമുണ്ട്, 50 ദിവസം കൊണ്ട് എല്ലാം സെറ്റാക്കും, ഇല്ലെങ്കിൽ പച്ചയ്ക്ക് കത്തിച്ചോളനാണ്. 5 വർഷം കഴിഞ്ഞിട്ടും അതുണ്ടാക്കിയിട്ടുള്ള നട്ടലൊടിവിൽ നീ രാജ്യം പുറത്തു വന്നിട്ടില്ല എന്നാണ് നമ്മൾ കണ്ട കാര്യം. അപ്പോൾ കണക്കുകളുടെ കാര്യത്തിൽ, വസ്തുതകൾ പറയുന്ന കാര്യത്തിൽ ഈ സർക്കാരിൻ്റെ നരേന്ദ്രമോദിയുടെ ട്രാക്ക് റെക്കോർഡ് എന്താണെന്ന് നമുക്കറിയാം. മനുഷ്യന്മാർ ഗ്യാസ് സിലിണ്ടർ കിട്ടാതെ ബുദ്ധിമുട്ടുന്നു, വിറക് കത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു, നെട്ടോട്ടം ഓടുന്നു, 60 രൂപ സിലിണ്ടറിന് കൂട്ടിയിരിക്കുന്നു, ബുക്കിംഗ് കാലാവധി 45 ദിവസത്തേക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. പക്ഷെ ഒന്നും ഈ രാജ്യത്ത് നടന്നിട്ടില്ല എന്ന് പറയുന്നതിന് വേണമല്ലോ ഉത്തരവാദിത്വ ബോധം എന്നൊരു വാക്കുണ്ടല്ലോ. അത്രയും പറയുന്നുള്ളൂ.